നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വ്യാഴമാറ്റത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മേടരാശി, ഇടവരാശി, ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ പറ്റി, അവരുടെ വ്യാഴമാറ്റ ഫലത്തെപ്പറ്റി വീഡിയോ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് മിഥുന രാശിയെ പറ്റിയാണ്. എല്ലാ മിഥുന രാശിക്കാർക്കും സന്തോഷകരമായ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു വ്യാഴമാറ്റം വരികയാണ്. അതുകൊണ്ട് ആശങ്കകളൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. നിങ്ങളുടെ നല്ല സമയമാണ്. അതായത് 2ാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായ മഹാഗുരുവായ സർവസമ്പത്തിൻ്റെ അധിപനായ വ്യാഴം മിഥുന രാശിക്കാരുടെ 2ാം ഭാവത്തിലേക്ക് വരികയാണ്. 2026 ജൂൺ 2 വെളുപ്പിന് 1:48, അതായത് 1201 ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിൽ ചൊവ്വാഴ്ച ദിനമായ അന്ന് മൂലം നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ മിഥുന രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് വ്യാഴം വരുന്നു. മിഥുനൻ രാശിക്കാരുടെ 2ാം ഭാവത്തിലേക്ക് വലിയ മാറ്റമാണ് മിഥുനൻ രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം. മകേരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത്. അപ്പോൾ മിഥുന രാശിക്കാരുടെ നിലവിലെ അവസ്ഥ എന്താണ്? ആരെങ്കിലും അവരുടെ കൂടെ ഉണ്ടോ? എന്തെങ്കിലും അവരുടെ കൈവശമുണ്ടോ? ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം മിഥുന രാശിക്കാർക്ക് അവശേഷിക്കുന്നുണ്ടോ? ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ശരിയായി പോകുന്നുണ്ടോ? നാളെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും മിഥുന രാശിക്കാർക്ക് അവശേഷിക്കുന്നുണ്ടോ? ഇല്ല. ഒട്ടുമിക്ക മിഥുന രാശിക്കാരും തികച്ചും സാധാരണക്കാർ. വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാൻ കഴിയും. പക്ഷേ തികച്ചും സാധാരണക്കാരെ സംബന്ധിച്ച്, സാധാരണക്കാരായ മിഥുനൻ രാശിക്കാർ വൻ വെല്ലുവിളി, അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണിത്. അവർക്കാണ് മാറ്റം വരാൻ പോകുന്നത്. പ്രപഞ്ചത്തിൻ്റെ സർവൈശ്വര്യങ്ങളും വ്യാഴം 2ാം ഭാവത്തിലേക്ക് വരുന്ന ഈ 2026 ജൂൺ 2 രാവിലെ 1:48 ശേഷം സംഭവിക്കുന്ന വ്യാഴമാറ്റം ഇവരുടെ ജീവിതത്തിലെ 2ാം ഭാവത്തിലേക്ക് വന്ന് ഇവരെ രക്ഷിച്ചെടുക്കും. ധനപരമായി രക്ഷിച്ചെടുക്കും, സമ്പാദ്യം കൊടുക്കും, കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കും. ഇവർക്ക് എന്തൊക്കെ നേട്ടങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ ഭാഗ്യങ്ങൾ ലഭിക്കുന്നു, ഈ വ്യാഴമാറ്റത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ നക്ഷത്രം വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നക്ഷത്രങ്ങൾ അത് ഏത് തന്നെ ആയാലും ഉൾപ്പെടുത്തുന്നതാണ്. 2ാം ഭാവം എന്നത് ധനഭാവമാണ്. കുടുംബം, സമ്പാദ്യം, വിദ്യ, അതുപോലെ തന്നെ വാക്ചാതുരി, സംസാരിക്കാനുള്ള ശേഷി, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്കില്ല്, ഇതുമെല്ലാം ഈ 2ാം ഭാവവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ 2ാം ഭാവത്തിന് ഇപ്പോൾ വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം കർക്കിടക രാശിയിലേക്കാണ് വ്യാഴം സംഗമിക്കുന്നത്. കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ വ്യാഴമാറ്റം ഒട്ടുമിക്ക ജനങ്ങൾക്കും നന്മയെ നൽകുകയുള്ളൂ. ധനം തരും, സന്തോഷം തരും, ആരോഗ്യം തരും, ശുഭവാർത്തകൾ തരും. അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായ ചലനങ്ങളാണ് ഒട്ടുമിക്ക പേർക്കും നൽകുന്നത്. 2ാം ഭാവത്തിൽ ഉച്ചത്തിലാണ് നമുക്ക് മിഥുനൻ രാശിക്കാർക്ക് കർക്കിടകൻ രാശിയിൽ വ്യാഴം എത്തി നിൽക്കുന്നത്. ഇത് അതീവ ശുഭകരമായ ഒരു യോഗമാണ്. സാമ്പത്തികപരമായ നേട്ടമുണ്ടാകും. 2ാം ഭാവം ധനസ്ഥാനമായതിനാൽ അവിടെ ഭാഗ്യകാരകനായ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത് വലിയ സാമ്പത്തിക അഭിവൃദ്ധിയാണ് മിഥുനൻ രാശിക്കാർക്ക് നൽകുന്നത്. സമ്പാദ്യമുണ്ടാകും. പണം സമ്പാദിക്കാനും അത് നിലനിർത്താനും ഈ സമയത്ത് സാധിക്കും. പണം സമ്പാദിക്കാനുള്ള മേഖലകൾ വരും. നിങ്ങളെ കൈവിട്ട് കളഞ്ഞവരെല്ലാം നിങ്ങൾക്കരികിലേക്ക് വരാൻ പോകുകയാണ്. പണമില്ലാത്തത് കൊണ്ട്, പദവിയില്ലാത്തത് കൊണ്ട്, അഭിമാനമില്ലാത്തത് കൊണ്ട്, അത് പ്രത്യേകം പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ, നമുക്ക് പദവിയില്ലാതെ വരുമ്പോൾ നമുക്ക് ആരും കാണില്ല. നമ്മുടെ അഭിമാനവും കൂടെ പോകും. നമ്മൾ കടം വാങ്ങിയ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, ബാങ്ക് ലോൺ അടയ്ക്കാൻ കഴിയില്ല, നമ്മുടെ ബിസിനസ്സോ തൊഴിലോ വിദ്യാഭ്യാസമോ ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ലോകം നമ്മളെ അപമാനിക്കും, നിർത്തി അപമാനിക്കും. അതൊക്കെ മാറാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ അങ്ങനെ നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ട് നടുത്തെരുവിൽ നിന്ന് നമ്മളിലേക്ക് ഇതെല്ലാം തിരിച്ചു വരാൻ പോവുകയാണ്. പാരമ്പര്യ സ്വത്ത്,
അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ജ്യോതിഷം അത് പറയുന്നു. 2-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അർഹമായ സ്വത്ത്, അത് പാരമ്പര്യവും അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നതാണ്. നിങ്ങൾക്കത് ലഭിക്കാൻ സാധ്യതയുണ്ട്. പാർട്ടീഷൻ ചെയ്ത് കിട്ടാൻ സാധ്യത ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കും. അങ്ങനെയുള്ളവരുമുണ്ട്. അത് ഒരു തീരുമാനമാകാതെ കിടക്കുന്നത്, അല്ലെങ്കിൽ കുടുംബ സ്വത്തിന് മേൽ കേസ് നടക്കുന്ന ആൾക്കാർ, അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി, അതൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ വിജയം, കർമ്മരംഗത്ത് അത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വിജയിക്കുവാനായി പരാജയപ്പെട്ടു പോയി കിടന്നതെല്ലാം പുനർജീവൻ കിട്ടി, ഒരു പുതുജീവൻ കിട്ടി, ഉയർത്തെഴുന്നേറ്റ് വരാൻ, അതിൽ നിന്ന് വരുമാനം സമ്പാദിക്കുവാനൊക്കെ ഉള്ള ഒരു അവസരം, ആ തൊഴിലിൽ വിജയം, അതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു സാമ്പത്തികപരമായ ഒട്ടനവധി നേട്ടങ്ങൾ ഈ 2-ാം ഭാവത്തിലേക്ക്, ഈ ധനസ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ സംഭവിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കും. അത് മിഥുനരാശിക്കാരെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അവർക്ക് ഒരു കാര്യം കൃത്യമായി അവതരിപ്പിക്കുവാനും അതിലൂടെ മറ്റുള്ളവരെ പിടിച്ചിരുത്തുവാനുമുള്ള ഒരു ശൈലിയുടെ ഉടമകളാണ്. അവരുടെ വാക്കുകൾ സമൂഹം അംഗീകരിക്കുകയും അതിന് വില നൽകുകയും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സവിശേഷത ഇവർക്കുണ്ട്. പക്ഷേ ഇപ്പോഴെന്താണ് അവസ്ഥ? പണമില്ല, വരുമാനമില്ല, നല്ല ജോലിയില്ല, നല്ല ജീവിത സാഹചര്യങ്ങളില്ല. സമൂഹത്തിൽ പല സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് മിഥുനരാശിക്കാർ ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്. പറയുന്ന വാക്കുകൾ പല സ്ഥലത്തും 5 രൂപയ്ക്കോ 1 രൂപയ്ക്കോ പോലും നമുക്ക് വാക്കുകൾ പാലിക്കാൻ കഴിയാത്ത വിധത്തിൽ മാനസികമായി ബുദ്ധിമുട്ടി എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയാണ് ഈ മിഥുനരാശിക്കാർക്ക് ഇപ്പോഴുള്ളത്. അങ്ങനെ ഉള്ളവരുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അവർക്ക് ഇപ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കാൻ ആരും ഉണ്ടാകാത്ത ഈ അവസ്ഥയിൽ നിന്നും അവരുടെ വാക്കുകൾക്ക് വില നൽകുന്ന ഒരു അവസരത്തിലേക്ക് അവരെത്തപ്പെടാൻ പോവുകയാണ്. പണം വരും, അവരുടെ കൈകളിലേക്ക് പണം വരും, പദവികൾ വരും, അംഗീകാരങ്ങൾ വരും. അവർക്ക് നേരെ മുഖം തിരിച്ച് നിന്നിരുന്നവർ അവരെ ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ അവരുടെ പേരിൽ അഭിമാനിക്കുന്ന, കൈ തട്ടുന്ന ഒരവസരം വരാൻ പോവുകയാണ്. ഈ ജൂൺ 2-ന് ശേഷം നിങ്ങൾ കാത്തിരുന്ന് കാണുക. നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ പരാജയങ്ങളെ വെല്ലുവിളികളാക്കിക്കൊണ്ട് ശ്രമിക്കണം. പെട്ടുപോയി, ഇനി ഒരു ഉയർച്ചയില്ല, എനിക്ക് പ്രായമായി, എനിക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ എനിക്കിനിയിപ്പോൾ വീണ്ടും തിരികെ കയറാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്നൊരു മനോവിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക. ഈ നിമിഷം മാറ്റുക. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ ജൂൺ 2-ന് ശേഷം വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ, അല്ലെങ്കിൽ പ്രകടമായ ഒരു വ്യത്യാസത്തിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുവാനുള്ളൊരു സാഹചര്യത്തിന് ഈ സമയം വളരെ വലുതാണ്. നിങ്ങളത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഏറ്റെടുത്ത് ചെയ്യുക, പ്രവൃത്തിയിൽ കൊണ്ടുവരിക. നിങ്ങളുടെ നെഗറ്റീവ് വൈബുകളെ, നിങ്ങളുടെ ചിന്തകളെയും നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള നെഗറ്റീവ് സാഹചര്യങ്ങളെയൊക്കെ കളയുക. നിങ്ങൾക്ക് മുൻകാലങ്ങൾ ഉണ്ടായിരുന്ന പരാജയങ്ങളെ, നഷ്ടങ്ങളെ എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക. നിങ്ങളൊരു പുതിയ വ്യക്തിയായി, നിങ്ങൾക്കൊരു നല്ല കാലം ആ വാതിലിനപ്പുറം നിങ്ങളെ കാത്തൊരു നല്ല കാലം നിൽക്കുന്നു എന്ന ബോധ്യത്തിൽ ആ വാതിൽ തുറന്ന് ആ പ്രപഞ്ചശക്തിയുടെ സർവപ്രകാശത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക. നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ അവിടെ ഉപയോഗിക്കുക, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വ്യക്തമായി ചെയ്യുക. നിങ്ങൾ കാണാനുള്ളവരെ കൃത്യമായി കാണുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി കൃത്യസമയത്ത് ചെയ്ത് തീർക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായ വാക്കുകളിൽ കൃത്യമായ സമയത്ത് പറയുക. നിങ്ങൾക്ക് നേട്ടം വരും, നിങ്ങൾക്ക് സമ്പാദ്യം വരും, നിങ്ങളുടെ അഭിമാനം തിരികെ വരും, നിങ്ങളുടെ പദവികൾ തിരികെ വരും, നിങ്ങൾക്ക് വീട് വരും, വാഹനം വരും, ആരോഗ്യം വരും, ആയുസ് വരും, എല്ലാം വരും. പ്രപഞ്ചം നിങ്ങൾക്ക് തരും. ഈ യൂണിവേഴ്സൽ പവർ, ഈ ജഗതീശ്വരൻ നിങ്ങൾക്കിതെല്ലാം തരും. നിങ്ങൾ മാറും, ഉറപ്പായിട്ടും മാറും. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിഫലങ്ങളിൽ 2-ാം ഭാവം നിങ്ങളുടെ ശത്രു നാശം സംഭവിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ നിഷ്പ്രഭരാകും. എങ്ങനെയാകും? നിങ്ങൾ അവരെ കൊല്ലുകയോ തല്ലുകയോ ഓടിച്ചു വിടുകയോ ആക്രമിക്കുകയോ ഒന്നുമല്ല. കായികപരമായി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ശത്രുക്കൾക്ക് ബോധ്യമാവും, ഇനി ഈ വ്യക്തിയെ ഉപദ്രവിച്ചിട്ടൊരു കാര്യമില്ല. ആ വ്യക്തിയുടെ വഴിത്താരകൾ എത്രയൊക്കെ ഞാൻ മുടക്കാമോ അതെല്ലാം മുടക്കി. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഇനി മുടക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. കാര്യം ആര് മുടക്കിയാലും നിങ്ങളുടെ വഴിത്താരകളൊന്നും ഇനി മുടങ്ങില്ല. കാരണം
നിങ്ങൾ അവിടെ ശത്രുനാശം എന്ന നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ അവരെ അതിജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ്. രോഗവിമുക്തി ഉണ്ടാകും. നിങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളെല്ലാം മാറും. മാരക രോഗങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ മാനസിക ധൈര്യം ഉണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് വരെയുള്ള സമയം ധൈര്യപൂർവ്വം, സന്തോഷപൂർവ്വം, പോസിറ്റീവ് എനർജിയോടുകൂടി ജീവിക്കുക. മരണം എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണ്. ഒരാളിൻ്റെ ആയുസ് ഒടുങ്ങുമ്പോൾ അയാൾ മരണപ്പെടും. ആ ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ എത്ര വലിയ മാരക രോഗത്തിൽ നിന്നായണമെങ്കിൽ ശരി തന്നെ നമുക്ക് ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുള്ളവർക്ക്, ഈ ലോകത്തിലുള്ള മറ്റു പലർക്കും വേണ്ടി കൊടുക്കാൻ കഴിയും. നമ്മുടെ കടമകൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് രോഗവിമുക്തി ഉണ്ടാകും. നമുക്ക് മാനസികമായൊരു ശാന്തി ഉണ്ടാകും. കടബാധ്യതകളിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുന്ന സമയമാണ്. നമ്മുടെ വരുമാനം വർദ്ധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ കടബാധ്യതകൾ ഒന്നൊന്നായി വീട്ടിക്കൊണ്ടുവരുവാൻ കഴിയും. അതിനുള്ള അവസ്ഥയുണ്ടാകും. അപ്രതീക്ഷിതമായ ധനലാഭത്തിന് നമുക്ക് വഴി തുറക്കും. അത് നമ്മുടെ കർമ്മ മേഖലകളിൽ ഒരുപാട് അവസരങ്ങൾ, വാതായനങ്ങൾ തുറക്കുവാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊന്ന് ചെന്നാൽ മതി, നമ്മളതൊന്ന് ചെയ്താൽ മതി, നമ്മളൊരാളെ വിളിച്ചാൽ മതി. നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന തരത്തിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് വലിയ ഉന്നതിയും പ്രശസ്തിയുമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗം അത് കലയോ കായികമോ ഔദ്യോഗികമോ ബിസിനസ്സോ സ്വയം സംരംഭമോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആ മേഖലയിൽ കഴിവുള്ള ആളാണ്. അത് മിഥുനരാശിയെ സംബന്ധിച്ച് അവർ നിൽക്കുന്ന മേഖല നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോയിൽ ഈ ആൾ ഇങ്ങനെ പറയുന്നു, എനിക്ക് അത് കിട്ടും, ഇത് കിട്ടും, ഞാൻ അതാകും എന്നെല്ലാം പറയുന്നു. എനിക്കതാകുമോ? എവിടെ ആകാൻ? ഒരു രക്ഷയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആരാണ്? ഈ മിഥുന രാശിയിൽപ്പെട്ട നിങ്ങൾ ആരാണ് എന്ന് സ്വയം ചിന്തിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, ആ രംഗത്ത് നിങ്ങളൊരു നല്ല വ്യക്തിയാണ്, നിങ്ങൾ കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? അഭിനന്ദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത ജോലി അത് നന്നാണ്, ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും, അല്ലെങ്കിൽ ഈ മേഖലയിൽ അയാൾ ഭയങ്കരനാണ് കേട്ടോ, സൂപ്പറാണ്, അടിപൊളിയായിട്ട് അയാളത് ചെയ്യും, മിടുക്കനാണ്, ആ ജോലി അയാളെ ഏൽപ്പിച്ചാൽ അയാളത് ചെയ്യും എന്ന് ഒരു അഭിനന്ദനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കിയേ. കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മുകളിലുള്ളവർ അംഗീകരിച്ചിട്ടുണ്ട്, സമൂഹത്തിലുള്ളവർ അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വീട്ടുകാർ, സർവ്വ പേരും നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മിടുക്കനാണ്, കഴിവുള്ളവനാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്. അത് നിങ്ങൾ മിഥുന രാശിക്കാരനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പലവട്ടം അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല ആ മേഖലയിൽ നിന്ന്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ പരാജയപ്പെടുന്നത്? നിങ്ങൾക്ക് ഇത്രയും വലിയ അംഗീകാരവും അഭിനന്ദനവും കിട്ടിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടുന്നു? നിങ്ങൾ സ്വയം നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ ഫാൾട്ട്. മിഥുനരാശിക്കാരുടെ ഫാൾട്ട് അത് തന്നെയാണ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ പവറുണ്ട്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നിങ്ങളുടെ റേഞ്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇനി ഞാൻ രക്ഷപ്പെടുമോ, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ കിടക്കുന്നു, ഇത്ര ലക്ഷം രൂപയുടെ കടബാധ്യത കിടക്കുന്നു, വാടകയ്ക്ക് താമസിക്കുന്നു, സ്വന്തം വീടില്ല, ഒരു തുണ്ട് ഭൂമിയില്ല, ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഒരു രക്ഷയുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ റേഞ്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ കഴിവില്ലാത്ത ആളല്ല, നിങ്ങൾക്ക് മിടുക്കില്ലാത്ത ആളല്ല, നിങ്ങളെ ആരും അംഗീകരിക്കാത്ത ആളല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖല ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളോ ആ മേഖലയിൽ നിങ്ങളെ സ്വാധീനം ഉറപ്പിക്കാൻ ശേഷിയില്ലാത്ത ആളോ ഒന്നുമല്ല. അപ്പോൾ അവിടെയൊക്കെ ഈ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ആ മാറ്റം വരണമെങ്കിൽ നമ്മൾ സ്വയം മാറണം. ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ്, നമ്മളെ തിരിച്ചറിയണം, നമ്മൾ മാറ്റണം. നമ്മൾ ഏതെങ്കിലും നെഗറ്റീവ് വൈബുകളിൽ പെട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പൊരുതി നേടണം. എങ്കിൽ ജീവിതം തിരികെ കിട്ടും. അനുകൂലമായ സമയമാണ്. അധികാര പദവികൾ, സർക്കാർ മേഖലയിലോ വലിയ സ്ഥാപനങ്ങളിലോ നിങ്ങൾക്ക് ഉന്നതമായ പദവികൾ ലഭിക്കാനുള്ള യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അധ്യാപനം, നിയമം, ബാങ്കിങ് മേഖലകൾ, ധനകാര്യം, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ കൗൺസിലിംഗ്,
ഈ മേഖലയിലൊക്കെ ഈ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഇടയാകുന്ന സാഹചര്യത്തിലൊക്കെ പ്രവർത്തിക്കുന്ന മിഥുന രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വാക്കുകളുടെ തീഷ്ണത കൊണ്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിച്ച് തന്നെ ഈ സമയത്ത് അധികാര പദവികളൊക്കെ നേടാൻ കഴിയും. സർക്കാർ മേഖലയിലോ വലിയ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഉയർന്ന പദവികളൊക്കെ വഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവരുടെ വാക്കുകൾക്ക് അംഗീകാരം കിട്ടും. ഇവർ പറയുന്ന ആശയങ്ങൾക്ക് അംഗീകാരം കിട്ടും. വളരെ നേട്ടം ഉണ്ടാവും. ഈ മേഖലകളിലൊക്കെ ഇവർക്ക് തിളങ്ങാൻ കഴിയും. സ്വന്തം സംരംഭങ്ങൾ ചെയ്യുന്നത്, അതൊരു ചെറിയ കപ്പലിൻ്റെ തട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അവരുടെ ജോലി, അതായത് അവർ ചെയ്യുന്ന കർമ്മത്തിലെ വിശ്വാസ്യത, അത് സമൂഹം അംഗീകരിക്കും. അയാളൊരു നല്ല വ്യക്തിയാണ്, അയാൾ ബിസിനസ്സിൽ സത്യസന്ധനാണ്, അയാളുടെ സ്ഥാപനത്തിൽ നിന്നും, അത് കപ്പലിൻ്റെ കച്ചവടമായാലും അയാളിൽ നിന്ന് നമുക്ക് വാങ്ങാമെന്ന് ജനത്തിന് തോന്നും. കാര്യം നമ്മുടെ പെട്ടിയിലേക്ക് പണം കൊണ്ടുവരുവാനായി വ്യാഴം ഇവിടെ അനുഗ്രഹീത ഭാവത്തിൽ നിൽക്കുകയാണ്. പ്രപഞ്ചം അതിന് വഴി ഒരുക്കി വച്ചിരിക്കുകയാണ്. അപ്പോഴും നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഈ ഉള്ള കപ്പലിൻ്റെ തട്ടും കൂടെ പൂട്ടി വെച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങരുത്. നമ്മൾ മഴയായാലും വെയിലായാലും നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ അവിടെ ഉണ്ടാകണം. നമ്മളെ തേടി ഒരു ഭാഗ്യം വരുമ്പോൾ നമ്മൾ ആ സ്ഥലത്തുണ്ടാകണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഉണർന്നിരിക്കണം. ഗ്രഹയോഗമുള്ള സമയമാണ്. സ്വന്തമായി വീട് നിർമ്മിക്കാനോ വാങ്ങാനോ ഉള്ള ഭാഗ്യം ഈ മിഥുന രാശിക്കാർക്കുണ്ടാകും. അത് മിക്കവാറും നല്ലൊരു ഭവനം തന്നെ സ്വന്തമാക്കാം. അതിൻ്റെ വലിപ്പമല്ല, അതിൻ്റെ വൃത്തി, അതിൻ്റെ ഒതുക്കം, അതിൻ്റെ ഐശ്വര്യം, അതിൻ്റെ പാകത, ഈശ്വര ചൈതന്യം നിറഞ്ഞ ഒരു യോഗം, ഒരു ഗ്രഹയോഗം അത് നമുക്കുണ്ട്. അതുപോലെ അത്യാവശ്യം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനം, അത് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇറങ്ങി പ്രവർത്തിക്കുക. ഉണ്ടാകും. സമാധാനമുള്ള ഗ്രഹ അന്തരീക്ഷമായിരിക്കും. വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം മിഥുന രാശിക്കാർക്കുണ്ടാകും. കാരണം ധനപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ കാലയളവിൽ പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അരക്ഷിതാവസ്ഥ മാറും. എല്ലാവർക്കും നിങ്ങളോട് സ്നേഹവും ബഹുമാനവും സന്തോഷവും ഒക്കെ തോന്നും. സ്ഥിരമായ ഒരു വരുമാന മാർഗം നിങ്ങൾക്കുണ്ടാകും. അത് ഒരു മാർഗത്തിൽ നിന്നില്ല, ഒന്നിലധികം മാർഗങ്ങളിലൂടെയുള്ള വരുമാനം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധനകാരകനായ വ്യാഴം ധനസ്ഥാനത്ത് ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. അത് സാമ്പത്തികമായി വളരെ ഉയരത്തിലെത്തുവാൻ നിങ്ങളെ സഹായിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടിത്തരുവാനുള്ള സാഹചര്യവും ഉണ്ടാകും. ധനസമ്പാദ്യം എന്നത് നിങ്ങളുടെ ഒരു ശീലമായി മാറാൻ പോകുന്ന സമയമാണ്. ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കുക, അനാവശ്യമായ ചിലവുകൾ നിങ്ങൾ കുറയ്ക്കണം. ധനം വരുമ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ആരും നിങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഓട്ടക്കൈയുമായി കടബാധ്യതയിൽ നിങ്ങൾ പെട്ടുകിടന്ന സമയത്ത് നിങ്ങൾക്ക് ആരുമില്ലായിരുന്നു എന്നൊരു ബോധം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറരുത്. നമ്മുടെ നല്ല സമയം കഴിഞ്ഞ് ഇനിയും ഒരു മോശം സമയം വരുമ്പോൾ മുൻകാലങ്ങളെക്കാൾ മോശം അവസ്ഥയിലേക്ക് പോകുവാൻ നമ്മുടെ പ്രവൃത്തി ദോഷം ഇടയാക്കരുത്. കിട്ടുന്നതിലൊരു സമ്പാദ്യം അത് കൃത്യമായി നിങ്ങൾ സൂക്ഷിക്കണം. അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കും. അതെല്ലാം നിങ്ങൾ കരുതലോടുകൂടി തന്നെ സൂക്ഷിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും. പാഠപുസ്തകത്തിലെ അറിവിനേക്കാൾ ഉപരിയായി ലോക കാര്യങ്ങളിലും ആത്മീയ വിഷയങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ സമ്പാദിക്കുവാനുള്ള ഒരു അവസരമുണ്ടാകും. വിജ്ഞാനീയരായ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണുവാനും പരിചയപ്പെടുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനുമൊക്കെ സാധിക്കുന്ന സമയമാണ്. പഠനകാലത്ത് സ്കോളർഷിപ്പുകളോ അവാർഡുകളോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധ്യതയുണ്ട്. പഠനത്തിലൂടെ ഒരു ജോലി നിങ്ങളുടെ സ്വപ്നം അതാണെങ്കിൽ അത് അത് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സംസാരശേഷി വളരെ മനോഹരമായി നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള പാഠവുമുള്ളതിനാൽ പ്രസംഗം, അതുപോലെ തന്നെ കലാപരമായി എഴുത്ത്, അത് കഥയോ കവിതയോ അല്ലെങ്കിൽ സിനിമ നാടക രംഗങ്ങളിൽ നിങ്ങൾക്കൊരു ബ്ലോഗ് പോലും എഴുതാമല്ലോ. നിങ്ങളുടെ എഴുത്തിൽ നിങ്ങളുടെ ആശയങ്ങളിൽ ആകർഷകരാകുന്ന ഒരു ലോകം, ഒരു സമൂഹം നിങ്ങളെ അംഗീകരിക്കും. ആ അംഗീകാരങ്ങൾ നിങ്ങൾക്ക് തേടി വരാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് മിഥുന രാശിക്കാർക്ക്. അപ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകാൻ പോകുന്ന
ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ 2ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ അവസ്ഥ. നിങ്ങൾക്ക് നന്മ വരും. പക്ഷെ നമ്മുടെ മനസ്സിലെ നന്മ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങളാൽ കഴിയുന്നത് ഈ ലോകത്തിന് വേണ്ടി ചെയ്യണം. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരെ, അത് ആരോഗ്യത്തിലായാലും സാമ്പത്തികമായിട്ടായാലും അർഹരായവരെ, സഹായം ആവശ്യമുള്ളവരെ നമ്മളാൽ കഴിയും വിധം സഹായിക്കണം. ആഹാരമോ വെള്ളമോ വസ്ത്രമോ മരുന്നോ കഴിയുന്നത് ചെയ്യുക. എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടുകൂടി സ്നേഹിക്കണം. ലോകത്തിന് ഒരു ദോഷവും വരുന്ന കണക്ക് ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നന്മ നിറഞ്ഞ മനസ്സ്, നന്മ നിറഞ്ഞ പ്രവൃത്തി, വാക്കുകൾ, സമാധാനപരമായ സന്തോഷം നിറഞ്ഞ ഭവനം, ഇവിടെയൊക്കെയാണ് ഭാഗ്യം കളിയാടുന്ന ഭാഗ്യദേവത കുടിയിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ്. അത്തരം ഒരു വ്യക്തിയുടെ പിന്നാലെ ഉണ്ടാവും സർവ്വഭാഗ്യങ്ങളും. പരീക്ഷണങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ക്ഷണികമാണ്. അത് പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ കരകയറുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി ആ പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പൊരുതി തന്നെ മുന്നോട്ട് പോകണം. ചിലർ ചോദിക്കും, എനിക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞു, എനിക്ക് അത് കിട്ടുമെന്ന് പറഞ്ഞു, ഇത് കിട്ടുമെന്ന് പറഞ്ഞു, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് എത്ര പ്രായമായി, ഈ ജ്യോതിഷന്മാർ പലതും പറയുന്നു, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് കിട്ടാത്തത്, അല്ലെങ്കിൽ ഇതെല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് അവരുടെ ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തൊരു സാധനം കിട്ടും, അത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഒരു പ്രഡിക്ഷൻ ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അവിടെ ചെന്നിട്ട് അങ്ങനൊരു സംഭവം അവിടെ കൊടുക്കുന്നുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കാനുള്ള മനസ്സ് കാണിക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ വീടിൻ്റെ വരാന്തയിലിരുന്ന് ദൂരോട്ട് നോക്കിയിരുന്നാൽ സൂര്യൻ ഉദിക്കും, അസ്തമിക്കും, ഇരുൾ പകലും, പിറ്റേന്ന് രാവിലെ വീണ്ടും നേരം വെളുക്കും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതൊരു സർക്കിളാണ്. അത് നമ്മൾ വരാന്തയിലിരുന്നാലും ശരി തന്നെ, ഭൂമിയിലില്ലെങ്കിലും ശരി തന്നെ, അത് നടന്നുകൊണ്ടിരിക്കും. പ്രകൃതി നിയമമാണ്. പക്ഷേ ഈ സമയത്ത് നമുക്കെന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. ഇത്തരത്തിൽ എനിക്കൊന്നും കിട്ടുന്നില്ല, ഞാനൊന്നും ആകുന്നില്ല, എനിക്കൊരു കാലത്തിന് രക്ഷയില്ല എന്ന് മാത്രം ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നും നമ്മൾ അകലം പാലിക്കണം. കാരണം അതെല്ലാം നെഗറ്റീവ് വൈബിൻ്റെ കൂടാരങ്ങളാണ്. അവരൊരു കാലത്ത് ഒരു കാര്യം ചെയ്യുകയുമില്ല. അവർക്ക് പരിചയത്തിലോ അവർക്ക് ഒപ്പമുള്ളവരോ അവർക്ക് അറിവുള്ളവരോ ആയിട്ടുള്ള ആരെ ഒന്നും ചെയ്യുവാനും സമ്മതിക്കില്ല. അത്തരം ആൾക്കാരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ വിടുതൽ വാങ്ങണം. അവരിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ കെട്ടുപാടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ ചങ്ങലകളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾക്കൊരു നന്മയുണ്ടാകും. നിങ്ങളിൽ സ്വയം വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്, എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കിത് നേടാൻ കഴിയും, ഒരു നല്ല കാലം ഞാൻ സ്വന്തമാക്കും, എന്നെ ആശ്രയിക്കുന്ന കുടുംബത്തിൻ്റെ തണലാകാനുള്ള ത്രാണി എനിക്കുണ്ട്, അതിന് ഈ പ്രപഞ്ചം എൻ്റെ കൂടെ നിൽക്കും, സർവേശ്വരന്മാരും എന്നെ രക്ഷിക്കും, ഞാൻ പ്രവർത്തിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ എന്നോടല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കേണ്ടി വരില്ല, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എനിക്കെന്താ ഒന്നും കിട്ടാത്ത, എനിക്കെന്താ ആരും തരാത്തതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ നക്ഷത്രങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. മിഥുനരാശിക്കാരായ എല്ലാ വ്യക്തികൾക്കും നല്ലത് വരാൻ പോവുകയാണ്. തീർച്ചയായും ജഗദീശ്വരൻ നിങ്ങളെ രക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് നിങ്ങളെ കരകയറ്റട്ടെ, നിങ്ങളുടെ അഭിമാനവും സമ്പത്തും ആരോഗ്യവും ആയുസ്സുമൊക്കെ ധാരാളമായി നിങ്ങളിൽ മേൽ കനിഞ്ഞരുളട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.